പോലെ വലിയ തിരക്കേറിയ നഗരത്തിൽ കൃഷി സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സ്വപ്നം കാണാമെന്നായിരിക്കും നമുക്കിടയിൽ പലരുടെയും മറുപടി. എന്നാൽ ബംഗളൂരുവിൽ വ്യവസായിയായ അങ്കമാലി സ്വദേശി പറയുന്നത് ഏത് മെട്രോ നഗരത്തിലും മനസ്സുണ്ടെങ്കിൽ, മനസ്സ് വെച്ചാൽ കൃഷിയിലൂടെ വരുമാനം ഉറപ്പിക്കാമെന്നാണ്. ആ കഥയാണ് ഇനി മോർണിംഗ് എക്സ്പ്രസ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. കകദാസപുരയിലെ MJ ബാബുവിന്റെ 3 നില വീടിന്റെ മട്ടുപ്പാവിനിപ്പോൾ പച്ചപ്പാണ്. കത്തുന്ന വെയിലിലും വെട്ടിത്തിളങ്ങുന്ന കള്ളിമുൾച്ചെടിയുടെ പച്ചപ്പ്. ഏകമകൻ ഷിബിൻ 3.5 വർഷം മുൻപ് അപകടത്തിൽ മരിച്ചതോടെയാണ് ബംഗളൂരിൽ വ്യവസായിയായ അങ്കമാലിക്കാരൻ ബാബുവും ഭാര്യ ടെസ്സിയും ചെടികൾക്ക് മനസ്സ് കൊടുക്കുന്നത്. പലതരം പരീക്ഷണങ്ങളിലൂടെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് എത്തിയത്. ടെറസിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കൃഷിയാണിത്. കാരണം ഇതിലേക്ക് നമ്മൾ അധികം വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വന്ന് ഇതിൻ്റെ മുകളിൽ പണിയെടുക്കേണ്ട ബുദ്ധിമുട്ട് കുറവാണ്. തുടക്കത്തിൽ മാനസിക ഉല്ലാസമായിരുന്നു ലക്ഷ്യം. പതുക്കെ പതുക്കെ ചെറിയ തോതിൽ വരുമാനമെത്തി തുടങ്ങി. ഈ വർഷം 80 ചെടികളിൽ നിന്നായി 60 കിലോയാണ് ഇതുവരെ വിളവെടുത്തത്. കോഴിയുടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നനച്ചിട്ടിട്ട് അതിനെ തണുപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ചൂട് ഏറ്റിട്ടുണ്ടെങ്കിൽ ചെടിക്ക് നല്ലതല്ല. സമൂഹ മാധ്യമങ്ങളിലൂടെയും അടുപ്പക്കാർ വഴിയുമാണ് വിൽപ്പന. കള്ളിമുൾച്ചെടി ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടിന് കാര്യമായ പരിചരണം വേണ്ടെന്നാണ് ബാബുവും ഭാര്യയും പറയുന്നത്. പോരാത്തതിന് കത്തുന്ന വെയിലുണ്ടെങ്കിൽ നല്ല വിളവും ഉണ്ടാകും. അതായത് നഗരങ്ങളിലെ ടെറസ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് ഉറപ്പിക്കുന്നു ബാബു. തണ്ടുകൾക്ക് ആവശ്യക്കാരേറെ എന്നതിനാൽ ആ നിലയ്ക്കും വരുമാനം ഉറപ്പിക്കാനാവുന്നു. നഗരങ്ങളിൽ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും കൃഷി ചെയ്ത് ചെറിയ വരുമാന മാർഗം കണ്ടെത്താമെന്നുള്ള മാതൃകയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ബംഗളൂരിൽ നിന്നും ക്യാമറമാൻ KC നിതീഷിനൊപ്പം സമീർ P. മുഹമ്മദ്, മനോരമ ന്യൂസ്.